അച്ഛാ ഇനി എൻ്റെ രീതിയിലൊരു വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ അച്ഛൻ കണ്ടോ. മനസ്സ കുട്ടീനെ അങ്ങോട്ട് കാണുന്നില്ല. വല്ല അർത്താലറ്റുണ്ടോ? ഹലോ കോയാണ്. ഞാൻ സലാമാണ്. എന്താ സലാമേ? നിക്കാഹിന് 2000 പേർക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് അടുത്ത മാസല്ലേ? ഇപ്പൊ തന്നെ വേണോ ചോറ്? അല്ലല്ല, അത് വേണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഹലോ ഹലോ. എന്റെ സാറേ, നമ്മുടെ കാര്യം തീർന്നു. എന്താണ്? നമ്മുടെ ഹോട്ടലിന്റെ കാര്യം. എന്തെന്നാ പറയുന്ന? ഈ ഹോട്ടല് പൂട്ടി താക്കോല് കയ്യിൽ വെച്ചോ? എന്താ സംഭവം? എന്താ? നമ്മുടെ ഹോട്ടലിനെ പറ്റി ഇതാ ഫേസ്ബുക്കിൽ പോസ്റ്റർ വന്നിട്ട്. എന്ത് പോസ്റ്റർ? വൃത്തികെട്ട ഭക്ഷണത്തിന് 30 രൂപയുടെ കുപ്പിവെള്ളം. ടൗണിൽ പുതിയതായിട്ട് തുടങ്ങിയ സ്ട്രീറ്റ് ഹോം ഹോട്ടലിൽ വൃത്തികെട്ട ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും അമിതമായ ചാർജ് ഈടാക്കുകയാണ് മുതലാളി കോയ. ഇനിയിപ്പോ എന്താക്കൂല നമ്മള്? ഇനിയൊന്നും ചെയ്യാനില്ലേ. ഇപ്പൊ തന്നെ 13,000 ലൈക്കും ഒരു 10,750 കമന്റും കിട്ടി. എന്നുവെച്ചാല് ഒരു 5 ലക്ഷം പേരും കണ്ടിട്ടുണ്ടാവും. എന്തെന്നാ ഈ പറയണത്? വെറുതെ ഇപ്പൊ നേരം വെളുക്കുമ്പോട്ടൊരു മനുഷ്യൻ ഇങ്ങോട്ട് വരുന്നില്ല. 2 ഓർഡർ മിസ്സായി. ഏത് ചെയ്തേക്കണേ? ജീമൂതൻ സത്യശീലന അങ്ങനെ എന്തോ ആണ്. ജീമൂതൻ സത്യശീലൻ. സത്യശീല കേട്ടിട്ടുണ്ട് നമ്മള്. സത്യശീല ആരാ മനസ്സിലായ? എനിക്ക് ഇവിടെ വന്നിട്ട് ചോറും വെച്ചിട്ട് കായി തരാണ്ട് ഇന്നെ പ്രാഗിട്ട് പോയില്ലേ അവിടുത്തെ സത്യശീലൻ? ഓനായിരിക്കും ഓന്റെ മോനും കൂടിയിട്ടായിരിക്കും ഈ ജാതി പണി ചെയ്തു തരാം. അത് ഞാൻ കാണിച്ചു. അതെന്താ ചെയ്യണ്ടെന്നുള്ള പണിയൊക്കെ എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം. അത് ശരി. എന്റെ അച്ഛനാടി അങ്ങോട്ട് വിളിക്ക്. അന്നോട് ചന്ത തന്തടിയാന്ന് ഇങ്ങോട്ട് വിളിക്കാൻ. ചന്ദ്രനെ കൊന്ന് കുഴിച്ചുകൂടും ഞാനിവിടെ. അച്ഛാ ഇതാ കൊന്നു കുഴിച്ചോടെ അടുത്ത് വന്നിട്ടുണ്ട്. എന്താ തമാശ കയ്യേ? അന്നോട് പറഞ്ഞിട്ടല്ല എന്റെ തന്ത പറ്റേ. എനിക്ക് വിവരബോധം ഇല്ലാത്താണ്. അയ്യോ, എന്താ മുതലാളി, എന്താ ഈ വഴിക്കൊക്കെ? ഒരു 150 ഉറുപ്പിയല്ലേ അത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി തരുമല്ലോ. അത് മേടിക്കാൻ വന്നിരിക്കുകയാണ് നിങ്ങൾ. ചെറ്റാ മറ്റു വാങ്ങാൻ വന്നല്ലേ ഞാൻ. പിന്നെ എന്തിനു വന്നാ നിങ്ങള്? നിങ്ങളുടെ ചെക്ക എന്താ ചെയ്തത്? കാറ്റുകുട്ടിയെ ചോദിച്ചു നോക്ക് നിങ്ങള്. എന്താടാ ചെയ്തത്? എന്താ ചെക്ക വെറുതെ ചിരിക്കുന്നത്? ഒന്നാമത് ഒരു സ്ഥാപനത്തിന് അപകീർത്തിപ്പെട്ട് എഴുതിയേക്കാണ്. എന്താന്ന് ചോദിക്ക്. ഫേസ്ബുക്കിൽ എന്റെ സ്ഥാപനത്തിനെ കുറിച്ച് എന്നെ കുറിച്ച് എന്താ ഇതേക്കൂടെ ചോദിക്കടാ. അതൊക്കെ കള്ളാ. ഇതൊക്കെ ശരിയല്ലേ? ഞാൻ എന്റെ സ്വഭാവം ഇല്ല കുട്ടികൾക്ക്. എന്തെന്ന് പറഞ്ഞപ്പോ എന്റെ സ്ഥാപനത്തിനെ കുറിച്ച് അപകീർത്തിപ്പെടുത്തി എഴുതിയിട്ടുണ്ട്. അത് ഇക്ക് അറിയാണ്ട് പറ്റിയാണ്. ഞാനൊരു കുട്ടിയാണ്, ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. എനിക്ക് അറിയാണ്ട് പറ്റി. അത് ഇനിക്ക് അങ്ങനെ തെറ്റു പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചെഴുതാ പറ്റൂല. എന്തെന്നാ ഈ പറഞ്ഞ ഈ ചെക്കൻ? 10-16 ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ഞാൻ എന്റെ സ്വഭാവം ഞാൻ മാറ്റിക്കണ്ട. ഞാനിപ്പോ ഈ പറഞ്ഞ ആളൊന്നല്ല. എന്റെ കോട സ്വഭാവം അങ്ങോട്ട് മാറും. നിങ്ങൾ ആരാണ്? എന്താ എന്നെ ഭീഷണിപ്പെടുത്താണ്? എന്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് ഞാനൊരു കേസ് കൊടുത്താൽ എന്താണ്ടാവാ നിങ്ങൾക്ക് അറിയോ? എന്റെ സ്ഥാപനത്തിൽ വന്ന് മൂക്കറ്റൻ ചോറ് നിന്നിട്ട് അതിന്റെ കാര്യം തരാണ്ട് പോയിട്ട് ഇനിയും എന്റെ സ്ഥാപനത്തിനെ കുറിച്ച് അപകീർത്തിപ്പെടുത്തി ഫേസ്ബുക്കിൽ എഴുതിയിട്ട് അപ്പൊ അതിന്റെ നേരം ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവാൻ പോണില്ല. കേസൊക്കെ എടുക്കായിരുന്നു പണ്ട്. IT ആക്ട് 66A പ്രകാരം സോഷ്യൽ മീഡിയയിൽ കൂടെ അഭിപ്രായ അധിക്ഷേപം ഉണ്ടായ കേസ് എടുക്കായിരുന്നു. ഇന്നാലെ സുപ്രീം കോടതി അത് റദ്ദാക്കി. ഇതൊന്നും അറിയില്ല. പത്രം ഒന്നും വായിക്കില്ലേ മൂപ്പര്? പത്രം കൂടി വായിക്കണ്ട മോനെ. വാങ്ങിയിട്ടുള്ള കുട്ടിയാണ്.
ദിവസം ഞാൻ നിങ്ങൾ ഭക്ഷണം കഴിച്ചു പോയതിന്റെ പിറ്റൊന്നു മുതൽ ഞാൻ കണ്ണി കണ്ട ഫുഡ് ഇൻസ്പെക്ടേഴ്സിനും കണ്ണി കണ്ട രാഷ്ട്രീയക്കാർക്കൊക്കെ ചോറ് കൊടുത്തു വെള്ളം അടച്ച് വയറ് നിറച്ച് വീട്ടിലെ പെക്ക് പണി. അതിന് എന്റെ കുട്ടിയെ കാരണക്കാരൻ പിന്നെ അല്ലാണ്ട് ആരാങ്ങൾ കണ്ണി കണ്ട് എഴുതിയിട്ടല്ലേ അപ്പൊ ഈ ഓരോരോ ആൾക്കാർ എന്നോട് ചോദിക്കാൻ വരുന്നത്. ഓ എഴുതിയത് മുഴുവൻ നേരല്ലേ? പൊന്നു മോനെ ഞാൻ പറഞ്ഞു ഒന്ന് കേക്ക് ഈ ഇടങ്ങനാക്കരുത് മനുഷ്യൻ. എന്നോട് ഞാൻ പറഞ്ഞത് ഇത് ബീസിനെ അല്ല അഭ്യാസം. എന്റെ സ്ഥാപനം പൂട്ടിക്കരുത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. പറ്റൂല. എന്താ പറഞ്ഞേ? ഓ അപ്പൊ ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്താണ്? അത് ഓന്റെ അഭിപ്രായമാണ്. ഓന്റെ അഭിപ്രായം ഓന് പുറത്ത് അറിയിച്ചൂടെ? 60 ലക്ഷം മുടക്കിയിട്ടാണ് ഞാൻ അതിന് അഡ്വാൻസ് കൊടുത്തത്. ഇതിപ്പോ ഞാൻ തിരുത്തിയാൽ ഞാൻ കള്ളനാവൂലേ? അല്ല. അത് ശരിയാണ്. ആ ഈ മകനൊക്കെ A+ കിട്ടാതിരിക്കാന്നല്ലേ എവിടുത്തെ ഈ ആംക്കിനൊക്കെ ജാതി അറിവ് കിട്ടുന്നത്? അറബി കുട്ടികളുടെ ശല്യം കാരണം ഗൾഫ് ജീവിതം മനസ്സ് മതിയാക്കിയിട്ട് പോകുന്നതാണ് ഞാൻ. ഇവിടെ ഈ ജാതി സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്നിരുന്നില്ല. വെള്ളം കുടിക്കാതായോ? വെള്ളം കുടിക്കാൻ കാട്ടു. ശ്യാമളെ കോയ മലയാളിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്ക്. എന്താ ഒരു ക്ലാസ്സിലെ കൂടെ ആ ചെമ്പൂട്ടിൽ എടുക്കായിരുന്നില്ലേ? നല്ല ദാഹിക്കുന്നുണ്ടോ? 60 ലക്ഷം പോയിട്ടാ ഞാൻ ഇരിക്കണേ. ഇനി വേണോ? സമാധാനായപ്പോ? സമാധാനായോ? ആ അതെ, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് തുള്ളി വെള്ളം കുടിച്ചപ്പോ ആ വെള്ളത്തിന് നിങ്ങൾ എത്ര ഉറുപ്പ്യാണ് വാങ്ങിയത്? 30 ഉറുപ്പ്യ. ഞങ്ങളെ 3 ആൾക്ക് വാങ്ങിയത് നിങ്ങൾ 90 ഉറുപ്പ്യ അല്ലേ? കുടിക്കാൻ തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അതും കൂടെ ബിസിനസ് ആക്കി മാറ്റിയാലേ ചാവാൻ നേരത്ത് പച്ച വെള്ളം കിട്ടില്ല കേട്ടോ.